നമസ്കാരം. കേരള PSC വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 IC എഞ്ചിൻസ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ബാക്കിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാൻ പോകുന്നത് ഇതിന്റെ ബാക്കിയാണ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ പാർട്സ് എന്ന പോർഷനാണ്. അപ്പം അതിനകത്ത് എഞ്ചിൻ ബ്ലോക്സ് ആൻഡ് ലൈനേഴ്സ്, പിസ്റ്റൺ ആൻഡ് കണക്ടിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് ഫ്ലൈ വീൽ, സിലിണ്ടർ ഹെഡ്സ് എന്നീ പോർഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കവർ ചെയ്യേണ്ടത് വാൽവ്സും അതുപോലെ ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്ന രണ്ട് പോർഷൻസ് ആണ്. ഇതിനകത്ത് ക്യാം ഷാഫ്റ്റ് ഈസ് ലെങ്തി ആയതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വാൽവ്സിനെ പറ്റിയിട്ടാണ്. വാൽവ്സ്, ഓക്കെ, വാൽവ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് വാൽവ്. ആദ്യം നിങ്ങൾക്ക് വാൽവിന്റെ ഒരു പടം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം എന്താണ് ഒരു വാൽവ് എന്ന്. നോക്കൂ, ഇത് വാൽവിന്റെ മെയിൻ കമ്പോണന്റ് ആണ്. നമ്മുടെ വാൽവിന്റെ മെയിൻ കമ്പോണന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു വാൽവ് എന്ന് പറഞ്ഞാൽ വാൽവിനകത്ത് ഒരു വാൽവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബേസിക്കലി വാൽവ് സിസ്റ്റത്തിനകത്ത് ഇത് വാൽവിന്റെ ആക്ച്വേഷൻ മെക്കാനിസം വരുന്നുണ്ട്. അതായത് ഈ വാൽവിനെ ഓപ്പണും ക്ലോസും ചെയ്യാൻ സഹായിക്കുന്ന മെക്കാനിസത്തിനെയാണ് നമ്മൾ ആക്ച്വേഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. ഇത് ആ വാൽവിന്റെ അടപ്പാണ്. അതായത് ഇതുവഴിയാണ് നമ്മുടെ എയർ ഫ്യൂവൽ മിക്സ്ചർ അകത്തേക്ക് കയറുന്നതും പുറത്തേക്ക് പോകുന്നതും. അപ്പൊ നമുക്കറിയാം ഒരു എഞ്ചിനകത്ത് രണ്ട് വാൽവാണ് ഉണ്ടാവുന്നത്. ഒന്ന് ഇൻലെറ്റ് വാൽവും ഒന്ന് എക്സിറ്റ് വാൽവ്. അതായത് നമ്മുടെ ഫ്യൂവൽ മിക്സ്ചർ വന്നു കയറുന്ന സ്ഥലത്തുള്ള വാൽവിനെ വിളിക്കുന്ന പേരാണ് ഇൻലെറ്റ് വാൽവ്. അതുപോലെ ഫ്യൂവൽ മിക്സ്ചർ ഇറങ്ങിപ്പോകുന്ന, അതായത് കമ്പഷൻ കഴിഞ്ഞതിന് ശേഷം, നമ്മൾ ഈ കമ്പഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മിങ് ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കമ്പഷൻ പ്രോസസ്സ് കഴിഞ്ഞുണ്ടാവുന്ന ബാക്കിയുള്ള എക്സോസ്റ്റ് ഗ്യാസ് പോകുന്നതാണ് എക്സോസ്റ്റ് പോർട്ട്. ആ എക്സോസ്റ്റ് പോർട്ട് തുറക്കാനും അടയ്ക്കാനും സഹായിക്കുന്നത് നമ്മുടെ ഈ എക്സോസ്റ്റ് വാൽവ് ആണ്. തുറക്കാനും അടയ്ക്കാനും, തുറന്നും അടച്ചും ഇരിക്കുന്നത് ഈ എക്സോസ്റ്റ് വാൽവും. വന്നു കയറുന്ന എയറിനെ റെസ്ട്രിക്ട് ചെയ്യുന്നത് ഇൻലെറ്റ് വാൽവും ആണ്. രണ്ടിന്റെയും സ്ട്രക്ചർ ഏതാണ്ട് സെയിം തന്നെയാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ കാര്യം. ഇനി നമുക്ക് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിലിങ്സ് നമുക്ക് നോക്കാം. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇത് അതിന്റെ അറേഞ്ച്മെന്റ് ആണ്. നോക്കൂ, ഇവിടെ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ വാൽവ്. അതായത് ഓരോ സിലിണ്ടറിനകത്തും നമുക്കൊരു സെറ്റ് ഓഫ് വാൽവ് അറേഞ്ച്മെന്റ് കാണാം. മെയിൻലി രണ്ട് സെറ്റ് കാണും. ഒരു ഇൻലെറ്റ് അറേഞ്ച്മെന്റ് കാണും, എക്സിറ്റ് അറേഞ്ച്മെന്റ് കാണും. ഇൻലെറ്റിന് ഒരു സെപ്പറേറ്റ് എമൗണ്ട് ഓഫ് വാൽവ്സ് കാണും, എക്സിറ്റിനും സെപ്പറേറ്റ് എമൗണ്ട് ഓഫ് വാൽവ്, ഒന്നാവാം രണ്ടാവാം. ഓക്കെ, അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ നോക്കൂ, ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്, അതുപോലെ ഇപ്പുറത്ത് വേറൊരു സിലിണ്ടർ ഉണ്ട്. ഈ പിസ്റ്റൺ കാണിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സിലിണ്ടർ ഉണ്ടെന്നാണ്. ഈ സിലിണ്ടറിന്റെ മുകളിൽ നോക്കൂ, രണ്ട് വാൽവ് ഉണ്ട്. അതുപോലെ ഇവിടെയും ഉണ്ട് രണ്ട് വാൽവ്. നോക്കൂ, അപ്പൊ ഇതാണ് അതിനെ പറ്റിയുള്ള കാര്യം, വാൽവ് അറേഞ്ച്മെന്റ്. ഓക്കെ, നമ്മൾ ഇനി ഇതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. നോക്കൂ, ദ ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൽവ്സ് ആർ പോപ്പറ്റ് വാൽവ്. നമ്മൾ ഈ വാൽവിനെ വിളിക്കുന്ന പേരാണ് പോപ്പറ്റ് വാൽവ്. പോപ്പറ്റ് ടൈപ്പ് വാൽവ് ആണിത്. ഓക്കെ, വിത്ത് എ സർക്കുലാർ സീലിംഗ് ഫേസ്. നമ്മൾ നേരത്തെ കണ്ടു, സർക്കിൾ ഷേപ്പ് ആണ് അതിന്റെ ഹെഡ് പോർഷൻ. നമ്മൾ ഇതിന്റെ പാർട്സ് ഒക്കെ ഈ വാൽവിന്റെ ഓരോ പാർട്സിനും ഓരോ നെയിമുകളുണ്ട്, അത് നമുക്ക് പിന്നെ നോക്കാം. വിത്ത് സർക്കുലാർ സീലിംഗ് ഫേസ് റീസസ്ഡ് ഇൻ ദ സിലിണ്ടർ ഹെഡ്. അതായത് ഇത് സിലിണ്ടർ ഹെഡിലാണ് ഇത് പ്ലേസ് ചെയ്തേക്കുന്നത്, ഫിക്സ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതാണ് റീസസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ വാൽവ്സ് ആർ ലൊക്കേറ്റഡ് വയ ദ സ്റ്റെം ആൻഡ് സ്ലൈഡ് ഇൻസൈഡ് ദ വാൽവ് ഗൈഡ്സ് മൗണ്ടഡ് ഇൻ ദ സിലിണ്ടർ ഹെഡ്. അതായത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രൊക്കേറ്റ് ചെയ്യാം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും അതിരിക്കാനുമായിട്ടൊരു വാൽവ് സീറ്റ് ഉണ്ട്. അതുപോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ട് ഇതിനൊരു ഗൈഡ് വേസും ഉണ്ട്. ഓക്കെ, അതാണ് വാൽവ് ഗൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ച് പടങ്ങളൊക്കെ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. ഇതിനകത്തുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തെർമൽ സ്ട്രെസ് ആണ്. തെർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇതിനകത്ത് നമുക്കറിയാം വളരെ ഹൈ ടെമ്പറേച്ചറിലാണ് ഇതിനകത്തുള്ള ഫ്യൂവൽ കത്തിപ്പിടിക്കുന്നത്. അപ്പൊ അങ്ങനെ കത്തിപ്പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഈ വാൽവിന് ഒരുപാട് ഹൈ ടെമ്പറേച്ചറിൽ റൈസപ്പ് ആവും. അതായത് ഈ വാൽവിന്റെ ടെമ്പറേച്ചർ ഒരുപാട് ഹയർ വാല്യൂയിലേക്ക് പോകും. ഇതാണ് ഈ വാൽവിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത്. നോക്കൂ, വാൽവ് ഹെഡ്സ് ആർ എക്സ്പോസ് ടു ഫുൾ കമ്പഷൻ ചേംബർ ടെമ്പറേച്ചേഴ്സ് ആൻഡ് പ്രഷേഴ്സ്.
എക്സസ് പ്രഷറും എക്സസ് ടെമ്പറേച്ചറുമാണ്. ദ ടെമ്പറേച്ചർ ഓഫ് ദ എക്സോസ്റ്റ് വാൽവ് ക്യാൻ ബി ആസ് ഹൈ ആസ് 800 to 1000 degrees Celsius. ഞാൻ 800 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആവറേജ് ടെമ്പറേച്ചർ ആണ്. ഓരോ കണ്ടീഷനിലും, അതായത് വണ്ടിയുടെ ഓരോ കണ്ടീഷനിലും ഇതിനകത്തുള്ളാവുന്ന വാൽവിന്റെ ടെമ്പറേച്ചർ മാറിക്കൊണ്ടേയിരിക്കും, നമുക്കറിയാം. ഓക്കെ, ദ കമ്പഷൻ ആൻഡ് ഫ്യൂൽ ഡെപ്പോസിറ്റ്സ് ക്യാൻ കോസ് പ്രോബ്ലം ഓൺ ദി വാൽവ്. നമുക്കറിയാം, കാരണം ഈ എഞ്ചിനകത്ത് നടക്കുന്ന കമ്പഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കമ്പഷൻ അല്ല, അതിനകത്ത് ഒരുപാട് അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ് ഉണ്ടാവാറുണ്ട്. ഈ അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ് വാൽവിൽ പറ്റിപ്പിടിക്കും. വാൽവിൽ പറ്റിപ്പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ വാൽവിന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങിനകത്തൊക്കെ ചെറിയ ബ്ലോക്കേജസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഈ പോർട്ടുകൾ അടയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പെട്രോൾ എഞ്ചിൻസിലും ഡീസൽ എഞ്ചിൻസിലെ കേസിൽ, പെട്രോൾ എഞ്ചിന്റെ കേസിൽ സ്പാർക്ക് പ്ലഗ് കാണും. ആ സ്പാർക്ക് പ്ലഗിന് ചുറ്റും വന്ന് ക്ലോഗ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഡീസൽ എഞ്ചിന്റെ ഇഞ്ചക്ടർ വന്ന് അടയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അടഞ്ഞൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടിക്ക് മെയിൻ്റനൻസ് ആവും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർ ഫ്യൂവലിനകത്ത് ചില അഡിറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. ചില കേസിലൊക്കെ അവർ ഡിറ്റർജൻസ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട് ഫ്യൂവലിനകത്തൊക്കെ. അത് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ക്ലോഗിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. ഓക്കെ, നമ്മൾ ഈ 3 പോയിന്റ്. 4ാമത്തെ പോയിന്റ് കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത്, ദ ടോട്ടൽ വാൽവ് ഓപ്പണിംഗ് ഏരിയ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ഫോർ ഇൻലെറ്റ് വാൽവ്. ഇൻലെറ്റ് വാൽവിന്റെ കേസിൽ നമ്മുടെ ഓപ്പണിങ് കൂടുതലാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അതിനകത്ത് കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ട് പോയി കഴിഞ്ഞാൽ വോളിമെട്രിക് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയാണ്. അതായത് ഇതിനകത്തേക്ക് സക്ക് ചെയ്യപ്പെടുന്ന എയറിന്റെ എമൗണ്ട് കൂട്ടാൻ വേണ്ടിയാണ് ആക്ച്വലി അവർ ചെയ്യുന്നത്. അതായത് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന എയറിനെക്കാളും കൂടുതൽ എയർ ഇതിനകത്തോട്ട് കയറാൻ വേണ്ടിയാണ്. thereby we can improve the volumetric efficiency. പലതരം എഫിഷ്യൻസീസ് ഉണ്ട്, തെർമൽ എഫിഷ്യൻസി, അങ്ങനെ കുറെ എഫിഷ്യൻസീസ് ഉണ്ട്. അതിനകത്ത് വോളിമെട്രിക് എഫിഷ്യൻസി ആണ് അതിനകത്തുള്ളത്. ഓക്കെ, ഇതാണ് ഇതിനെ പറ്റിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ നോക്കൂ, അറേഞ്ച്മെന്റ് കണ്ടല്ലോ, വാൽവ് അറേഞ്ച്മെന്റ്, വാൽവ് സീറ്റ്. അതുകൊണ്ട് ഈ കാണുന്നതാണ് വാൽവ് സീറ്റ്. ഇതിന്റെ 2 സൈഡിൽ നോക്കൂ, ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള സീറ്റ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ മതി. ഇതാണ് പോർട്ട്, ഇതുവഴിയാണ് എയർ വന്ന് കയറുന്നത്, മനസ്സിലായോ? ഇതുവഴിയായിരിക്കും ഇറങ്ങി പോകുന്നത്. ഇതാണ് വാൽവ് അറേഞ്ച്മെന്റ്, വാൽവിന്റെ ഫുൾ കാര്യങ്ങൾ. ഇതിവിടെ ഹെലിക്കൽ സ്പ്രിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഹെഡ് ക്യാം അറേഞ്ച്മെന്റ് ആണ്. അതായത് ക്യാം ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ക്യാം ഷാഫ്റ്റിനെ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഈ സാധനത്തിന്റെ പേരാണ് ക്യാം. നോക്കൂ, ക്യാം ഷാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാധനമാണ്. ക്യാം ഷാഫ്റ്റിലാണ് ഈ ക്യാം ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പം ഇത് ഓവർ ഹെഡ് ക്യാം ആണ്, അതായത് എഞ്ചിന്റെ ഹെഡിലാണ് ഈ ക്യാം ഷാഫ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഓവർ ഹെഡ് ക്യാം എന്ന് പറയുന്നത്. നോക്കൂ, ഞാൻ പറഞ്ഞ ഈ വാൽവ് സീറ്റ് അറേഞ്ച്മെന്റ് നോക്കൂ, ഇതാണ് വാൽവ് സീറ്റ് അറേഞ്ച്മെന്റ്. നമ്മൾ ഞാൻ ഈ മെറ്റീരിയൽസിന്റെ കാര്യം പറഞ്ഞില്ല. ആക്ച്വലി നമ്മൾ ഈ ക്രോമിയം ഒക്കെ ആണ് മെയിൻലി നമ്മൾ ഈ വാൽവ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. കാരണം ഹൈ തെർമൽ റെസിസ്റ്റൻസ് വേണം. കാരണം ഇതിനകത്ത് ഉരുകി പോകാനൊന്നും പാടില്ലല്ലോ, ഒരുപാട് ഹൈ ടെമ്പറേച്ചറിലല്ലേ ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഉരുകി പോകാൻ പാടില്ല, ഡീഫോം ചെയ്യാൻ പാടില്ല. ഡീഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഈ വാൽവ് സീറ്റ് പോയി ഇരിക്കത്തില്ല. അതായത് വാൽവ് ക്ലോസ് ആവേണ്ട സമയത്ത് നേരെ പോയി ഈ വാൽവ് സീറ്റ് ഇരിക്കണമെന്നില്ല. പക്ഷെ അതിനുവേണ്ടി കുറെ അറേഞ്ച്മെന്റ്സ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതായത് പെർട്ടിക്കുലർ ആംഗിളിലൊക്കെയാണ്. അതുകൊണ്ട് നോക്കൂ, ഇതിന്റെ വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ പടം കാണിച്ചായിരുന്നു, ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ, ഇങ്ങനെ ഇരിക്കുന്നത്. അതായത് ഈ പോർഷനൊക്കെ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു പെർട്ടിക്കുലർ ആംഗിളിലൊക്കെയാണ്. അതുകൊണ്ട് ഈ പോർഷനൊക്കെ ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ള ആംഗിളൊക്കെ വെച്ചിട്ടൊക്കെയാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത്. സച്ച് ദാറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും അത് എന്താ പറയാ, അത് കറക്റ്റായിട്ട് വാൽവ് സീറ്റിൽ പോയി ഇരിക്കാൻ വേണ്ടി. അതുപോലെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഈ സംഭവം വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ വാൽവ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഈ വാൽവും, ഞാൻ പടം കാണിച്ചു തരാം. നിങ്ങൾ നേരത്തെ പടം ഞാൻ കണ്ടു, നോക്കൂ, വിത്ത് റെസ്പെക്ട് ടു ദി ആക്സസ് ഓഫ് ദി വാൽവ് അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത് ഞാൻ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അടുത്ത സ്ലൈഡിൽ. The valve open via the force applied from the cam and valve gear and are held in closed position by the spring force. അതായത് വേറൊന്നുമില്ല, നമ്മൾ നേരത്തെ കണ്ട സംഭവം തന്നെയാണ്. നോക്കൂ, ഇവിടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും, അതായത് ഇത് ആക്ച്വലി ഓപ്പണും ക്ലോസും ചെയ്യുന്ന എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, ഓപ്പണും ക്ലോസ് ചെയ്യുന്ന എന്തുകൊണ്ടാണ്, ഞാൻ അത് കുറച്ചും കൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് ഞാൻ പിന്നെ പറയാം, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, in operation the valve head rotates and is helped to maintain the sealing surface. ഓക്കെ, മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും ഈ റൊട്ടേറ്റ്. ഞാൻ റൊട്ടേറ്റ് എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ നേരത്തെ സ്പെസിഫൈ ചെയ്തായിരുന്നു. അപ്പം ഇതിന്റെ അർത്ഥം എന്താണ്, ഈ വാൽവ് ഡ്യൂറിംഗ് ദ വർക്കിംഗ് കണ്ടീഷൻ ഈ വാൽവ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ആക്സിസ്.
ഓക്കെ. സം വാൽവ് സ്റ്റെംസ് ആർ ഹോളോ ആൻഡ് കണ്ടെയ്ൻ സോഡിയം. ഞാൻ ഹൈലൈറ്റ് ചെയ്തില്ല, സോഡിയം. നമ്മൾ ആ വാൽവ്സിനെ വിളിക്കുന്ന പേരാണ് ബൈമെറ്റാലിക് വാൽവ്സ്. ഞാനത് പിന്നെ ഞാൻ കാണിച്ചു തരാം. വിച്ച് മെൽറ്റ്സ് വെൻ ദ വാൽവ് ഈസ് ഹോട്ട് ആൻഡ് അസിസ്റ്റ് ഇൻ ട്രാൻസ്ഫറിംഗ് ദ ഹീറ്റ് ഫ്രം ദ വാൽവ് ഫേസ് ടു ദ വാൽവ് സ്റ്റെം ഫോർ ഡിസിപ്പേഷൻ വയാ ദ വാൽവ് ഗൈഡ്സ്. വേറൊന്നുമില്ല, ഞാൻ പറഞ്ഞു തെർമൽ സ്ട്രെസ് ഉണ്ടാവുന്നു. ഈ തെർമൽ സ്ട്രെസ് ഉണ്ടാവുമ്പം ഇതിനെ കൂൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഒരു മെക്കാനിസമാണ് ഈ സോഡിയം. അതായത് ബയോമെറ്റാലിക് എന്ന് വിളിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ അകത്തൊരു മെറ്റലുണ്ട്, പുറത്തൊരു മെറ്റലുണ്ട്. ഈ വാൽവ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെറ്റലാണ്, അകത്ത് നമ്മൾ സോഡിയം യൂസ് ചെയ്യുന്നുണ്ട്. സോഡിയം മറ്റൊരു മെറ്റലാണ്, സോഫ്റ്റ് മെറ്റലാണ്. അപ്പം ഈ സോഡിയം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ഹീറ്റ്, എക്സസ് ഹീറ്റ് ഉണ്ടെങ്കിൽ ഈ സോഡിയം ഇത് വലിച്ചെടുത്ത് എന്ത് ചെയ്യും, വേപ്പറൈസ് ചെയ്യും. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബൈമെറ്റാലിക് വാൽവ്സ് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇറ്റ്സ് ഡേഞ്ചറസ് ദാറ്റ് വി നോ ദാറ്റ് സോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബോംബാർഡ്മെന്റ് ആണ് ഉണ്ടാവുന്നത്, പൊട്ടിത്തെറിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം ആ കേസസിൽ റിസ്ക് കുറച്ച് കൂടുതലാണ്. ഓക്കെ. പിന്നെ വാൽവ് ആക്ച്വേഷൻ മെക്കാനിസം, ഞാൻ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വേഷൻ മെക്കാനിസം. അതായത് ഈ വാൽവ് ഓപ്പണും ക്ലോസും ആവുന്നത് സ്വമേധയാ അല്ല, ഇതിന് ഒരു ആക്ച്വേഷൻ മെക്കാനിസം ഉണ്ട്, ഒരു മെക്കാനിക്കൽ ആക്ച്വേഷൻ മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം ഒക്കെ ഞാൻ കാണിച്ചു തരാം വരുന്ന സ്ലൈഡ്സിൽ. ഓക്കെ. ഇതാണ് മെയിൻലി എനിക്ക് വാൽവ്സിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ. ബാക്കി ഞാൻ പടങ്ങളൊക്കെ വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, നോക്കൂ, ശ്രദ്ധിക്കും. ഇനി അറിയേണ്ടത് ഇതാണ് നമ്മുടെ വാൽവ്. കണ്ടല്ലോ, ഞാൻ പറഞ്ഞു ബൈമെറ്റാലിക് വാൽവ് ആണ് ഈ കാണുന്നത്. സിംഗിൾ മെറ്റൽ വാൽവ് ആണ് ഇത്. സിംഗിൾ മെറ്റൽ വാൽവ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സോഡിയം ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് കേസിൽ നമ്മൾ സോഡിയം യൂസ് ചെയ്യുന്നുണ്ട്. ഈ പച്ച കൊടുത്തേക്കുന്ന കണ്ടോ, ഇതാണ് നമ്മുടെ സോഡിയം. അതുപോലെ ഇവിടെ കൊള്ളറ്റ് ഗ്രൂവ് ഉണ്ട്. കൊള്ളറ്റ് ഗ്രൂവ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ കൊള്ളറ്റ് എന്ന് പറഞ്ഞ സാധനം വെക്കാൻ വേണ്ടിയാണ് ഈ കൊള്ളറ്റ് ഗ്രൂവ്. അതുകൊണ്ട് ഈ കാണിച്ചേക്കുന്നതാണ് കൊള്ളറ്റ്. ഇതൊരു കോൺസെൻട്രിക് ആയിട്ടുള്ള ഒരു നട്ട് പോലത്തെ ഒരു സാധനമാണ് ഈ കൊള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ് ഈ കൊള്ളറ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ സ്റ്റെമ്മ്, നാലാമത്തെ പോർഷൻ സ്റ്റെമ്മ്. അതുപോലെ ഹെഡ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഹെഡ്. അതുപോലെ ഫേസ്, ആറാമത്തെ സൈഡ് ഫേസ്. അതുപോലെ കൊള്ളറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. സോഡിയം ഫില്ലിങ്ങിന്റെ കേസ് പറഞ്ഞു. ആർമറിങ്. ഓക്കെ, അതിന്റെ അറ്റത്ത് കൊടുത്തേക്കുന്ന സാധനമാണ് ആർമറിങ്. അപ്പൊ ഇതാണ് മെയിൻലി ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ. പാർട്സിനെ പറ്റി നിങ്ങൾ വലുതായിട്ട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നാൽ മതി, ഇതെങ്ങനെയായിരിക്കുന്ന കാര്യങ്ങളെല്ലാം. ഈ വീഡിയോ വളരെ ചെറുതായിരിക്കും, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത് ക്യാം ആണ്. ക്യാമിനെ പറ്റി, ക്യാമും ക്യാം ഷാഫ്റ്റും ആണ് അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പം ക്യാം ഷാഫ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ വീഡിയോ നമുക്ക് ക്യാമിനകത്ത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ക്യാം ഷാഫ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ആക്ച്വേഷൻ മെക്കാനിസം, എങ്ങനെയാണ് നമ്മുടെ പവർ വരുന്നത്, അതായത് വാൽവിനെ ഓപ്പൺ ചെയ്യണോ ക്ലോസ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അത് നമുക്കൊന്ന് കാണാം. കുറച്ച് സ്കീമാറ്റിക് ആണ് കാണിച്ചു തരുന്നത്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം, ജസ്റ്റ് പടങ്ങൾ വെച്ച് പറഞ്ഞു തരാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഓക്കെ നോക്കൂ, നിങ്ങൾ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാം ഷാഫ്റ്റ് എഞ്ചിന്റെ ബോട്ടത്തിൽ വരുന്ന കേസാണ്. അതായത് ക്യാം ഷാഫ്റ്റ്, ഈ ക്യാം ഷാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഷാഫ്റ്റ് ആണ്. ഒരു ഷാഫ്റ്റ്, നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ക്രാങ്ക് ഷാഫ്റ്റ് പോലെ മറ്റൊരു ഷാഫ്റ്റ് ആണ് ഈ ക്യാം ഷാഫ്റ്റ്. ഒരു ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റൊട്ടേറ്റിംഗ് മെമ്പർ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് റോഡിനെയാണ് നമ്മൾ ഷാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ആ ഒരു മെമ്പറിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ ഒരു സാധനം വയ്ക്കും കേട്ടോ. ഷാഫ്റ്റിന്റെ സെന്റർ എന്ന് പറഞ്ഞ് ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ഒരു എക്സെൻട്രിക് ഇങ്ങനത്തെ ഒരു ഷേപ്പുള്ള സാധനമാണ്. കണ്ടല്ലോ, ഇതാണ് ഈ ക്യാം എന്ന് പറയുന്ന സാധനം, ക്യാം ലോബ് എന്ന് പറയും. നോക്കൂ, ഇതാണ് ആക്ച്വലി ഈ വാൽവിനെ ഓപ്പൺ ചെയ്യണോ ക്ലോസ് ചെയ്യണോ തീരുമാനിക്കുന്നത്. അതായത് ഷാഫ്റ്റ് കറങ്ങുന്നതനുസരിച്ചിട്ട് ഇതിങ്ങനെ കറങ്ങും. ഇതിങ്ങനെ കറങ്ങുന്നുണ്ട്. ഈ സാധനം ഇവിടെ എത്തുമ്പം ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ എത്തുമ്പം ഈ സാധനം മുകളിലോട്ട് പൊങ്ങും. ഇതിനെ പറയുന്ന ക്യാം ഫോളോവർ എന്നാണ്. പലതരം ഫോളോവർ ഉണ്ട്. ഫ്ലാറ്റ് ഫേസ് ഫോളോവർ ഉണ്ട്, നൈഫ് എഡ്ജ് ഫോളോവർ ഉണ്ട്. ചില ഫോളോവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഫോളോവർ എന്ന് പറഞ്ഞാൽ ക്യാം താണ്ട് ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പം ഇത് ക്യാം ആണ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ഫ്ലാറ്റ് എഡ്ജ് ഫോളോവർ ആണ്, ഫ്ലാറ്റ് ഫേസ് ഫോളോവർ ആണ്. അതുപോലെ ചില കേസിൽ നൈഫ് എഡ്ജ് ഫോളോവർ ആണ്, ഷാർപ്പായിട്ടിരിക്കും, പക്ഷെ അതൊന്നും ഇപ്പൊ യൂസ് ചെയ്യാറില്ല. ആയിപ്പോയി, എന്താ പറയാ, ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി,
എടുത്ത് കളഞ്ഞു അതൊക്കെ. കാരണം അതൊക്കെ ക്യാമിന്റെ പ്രൊഫൈലിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അത് തേഞ്ഞു പോകുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അതൊക്കെ മാറി. ഫ്ലാറ്റ് ഫേസ് ഉണ്ട്, റോളർ ഫേസ് ഉണ്ട്, റോളർ ഫോളോവർ ഉണ്ട്, അങ്ങനെ പലതരം ഫോളോവേഴ്സ് ഉണ്ട്. ഫോളോവർ കഴിഞ്ഞ് അവിടെ ടാപ്പറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ടാപ്പറ്റ് അത് കാണിച്ചിട്ടില്ല. ടാപ്പറ്റിൽ നിന്ന് പുഷ് റോഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പുഷ് റോഡിൽ നിന്ന് റോക്കർ ആം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഈ ക്യാമിന്റെ ഈ ഒരു എക്സെൻട്രിക്, അതായത് ഈ തള്ളിയിരിക്കുന്ന പോർഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ മുകളിലോട്ട് മൂവ് ചെയ്യും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫൾക്രമാണ്. ഇതൊരു ഫൾക്രമാണ്. ഇതൊരു ഫൾക്രമാണ്. അതായത് സീസോ പോലെ ഒരു സൈഡ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കും, ഇങ്ങനെ നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യത്തക്ക രീതിയിലാണ് ഇത് നിൽക്കുന്നത്. ഓക്കെ, റോക്കറാം എന്ന് പറഞ്ഞ സാധനം. അതായത് ഈ സാധനം മേളിലോട്ട് നീങ്ങും. ഞാൻ പറഞ്ഞു ഈ പൊങ്ങിയിരിക്കുന്ന ഭാഗം ഇവിടെ വരുമ്പോൾ ഇത് മേളിലോട്ട് നീങ്ങും. അപ്പൊ അതനുസരിച്ച് ഇത് താഴോട്ട് പോകും. ഇത് താഴോട്ട് പോകുമ്പോൾ ഇവിടെ വാൽവ് സീറ്റ് ഉണ്ട്. വാൽവ് സീറ്റിന്റെ മേളിലാണ് ഈ വാൽവ് ഇരുന്നത്. അപ്പൊ വാൽവിന്റെ ഹെഡ് പോർഷൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് താഴ്ന്ന ഒരു പോർഷൻ വരുമല്ലോ. അതായത് ഇവിടുന്ന് ഒരു അപ്വേർഡ് മോഷൻ വരുമ്പം ഇതൊരു ഫൾക്രമാണ്. അപ്പൊ അത് കാരണം താഴോട്ടൊരു പ്രഷർ ഉണ്ടാവും, ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് കാരണം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഈ വാൽവ് സീറ്റിൽ നിന്ന് വാൽവ് താഴോട്ട് വരും. അപ്പൊ എന്ത് സംഭവിക്കും? വാൽവ് ഓപ്പൺ ആവും, ഇവിടെയുള്ള ഗ്യാസ് എഞ്ചിനകത്തേക്ക് പോകും. അതുപോലെ തന്നെ ഈ പൊങ്ങിയിരിക്കുന്ന പോർഷൻ കറങ്ങി ഇപ്പുറത്തെത്തുമ്പോൾ, അതായത് ഇതൊരു ഷാഫ്റ്റ് ആണ്, ഷാഫ്റ്റ് കറങ്ങുമ്പം ഈ പൊങ്ങിയിരിക്കുന്ന പോർഷൻ ഇപ്പുറത്തെത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് വീണ്ടും താഴോട്ട് വരും. ഇത് താഴോട്ട് വരുമ്പോൾ ഇത് വീണ്ടും മേളിലോട്ട് പോകും. ദെയർഫോർ വീണ്ടും നമ്മുടെ വാൽവിന്റെ ഹെഡ് വീണ്ടും വാൽവ് സീറ്റിൽ പോയി റെസ്റ്റ് ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇത് ക്യാം താഴെ വരുന്ന കേസിലാണ്. ഇനി മറ്റൊരു കേസ് ഉണ്ട്, നോക്കൂ. ഇതെന്ന് പറഞ്ഞാൽ ഓവർ ഹെഡ് ക്യാം ആണ്. അതായത് നേരത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ ക്യാം താഴെയായിരുന്നു. ഇപ്പം ഇവിടുത്തെ കേസ് കണ്ടോ, ഇതാണ് ക്യാം ഷാഫ്റ്റ്. ഈ കാണുന്നതാണ് ക്യാം ഷാഫ്റ്റ്. കണ്ടല്ലോ, ഇത് കണ്ടല്ലോ, ഇതാണ് ക്യാം. നമ്മൾ നേരത്തെ കേസിലെ പോലെ നമുക്കൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെക്കാനിസം ഒന്നും ഇല്ലായിരുന്നു താഴെ നിന്ന് പവറിനെ മേലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. ഇവിടെ അതിന് പകരം ആക്ച്വലി ഈ ക്യാം ഷാഫ്റ്റ് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്? ക്യാം ഷാഫ്റ്റിന്റെ പവർ എടുക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നാണ്. ക്രാങ്ക് ഷാഫ്റ്റിന്റെ പവർ എടുക്കുന്നത് എവിടെ നിന്നാണ്? എഞ്ചിനിൽ നിന്നാണ്. ഒരു ലൂപ്പാണ്, ആക്ച്വലി ലൂപ്പാണ് ഈ പവർ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ലൂപ്പാണ്. അപ്പൊ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ക്യാമിലേക്ക് പവർ പോകുന്നു. ആ ക്യാം ഷാഫ്റ്റിൽ നിന്ന് ഇതുപോലെ എന്താ പറയാ, ഫോളോവർ, ടാപ്പറ്റ്, പുഷ് റോഡ്, റോക്കറാം, അങ്ങനെയുള്ള ഒരു മെക്കാനിസം വഴി എങ്ങനെ പവർ നേരെ വാൽവിലേക്ക് വരുന്നു. ഇവിടെ ഓവർ ഹെഡ് ക്യാം ആയതുകൊണ്ട് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് പവർ കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊരു വി ബെൽറ്റ് യൂസ് ചെയ്യുന്നു, ഒരു ബെൽറ്റ് യൂസ് ചെയ്യുന്നു, ബെൽറ്റ് മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ബെൽറ്റ് യൂസ് ചെയ്തിട്ട് പവർ ട്രാൻസ്ഫർ ചെയ്യണം ഓവർ ഹെഡ് ക്യാമിലേക്ക്. ഓക്കെ, അപ്പം ഇതാണ് രണ്ട് കേസ്. ഇതുപോലെ പല കേസസ് ഉണ്ട് വേറെ. ഓക്കെ, പലതരം കേസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ്. നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒരു പടം, ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ കാണിച്ചായിരുന്നു. ഇതാണ് അതിന്റെ വർക്കിംഗ് വീഡിയോ. അതായത് ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. നോക്കൂ, ഇതാണ് ഫോളോവർ, ഞാൻ പറഞ്ഞ ഫോളോവർ കണ്ടല്ലോ. ഇത് നമ്മുടെ ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാണ്, നമ്മളെ ക്യാം റൊട്ടേറ്റ് ചെയ്യണം. അത് കാരണം എക്സെൻട്രിക് ആയിട്ടുള്ള നമ്മുടെ ഒരു ഷേപ്പുള്ള ഒരു നമ്മുടെ എന്താ പറയാ, നമ്മുടെ ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പം നമ്മുടെ ഫോളോവർ താഴോട്ടും മേളിലോട്ടും റെസിപ്രോക്കേറ്റ് ചെയ്യാണ്. അതായത് റോട്ടറി മോഷൻ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആക്കി മാറ്റുന്ന വൺ ഓഫ് ദി അതർ മെക്കാനിസം ആണ് നമ്മുടെ നമ്മുടെ ക്യാം മെക്കാനിസം, ക്യാം വാൽവ് മെക്കാനിസം. ഓക്കെ, മെക്കാനിസത്തിനെ പറ്റിയൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അതൊരു വലിയ ഡീറ്റെയിൽഡ് പേപ്പറാണ്. മെക്കാനിസത്തിനെ പറ്റിയൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ നമുക്ക് ഇത്രേ കാര്യങ്ങൾ പറയാനുള്ളൂ ഇവിടെ തന്നെ. നമുക്ക് വീഡിയോ ഇത്രേ പറയാനുള്ളൂ. ഓവർഹെഡ് ക്യാമിന്റെ ഓവർഹെഡ് വാൽവ്സിന്റെ കേസൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു. സോ നമുക്ക് ഇത്രയും മതി. നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ക്യാം ഷാഫ്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. മാക്സിമം കൊണ്ടുവരാൻ പറ്റുന്ന പോയിന്റ്സ് ഒക്കെ നമുക്ക് കൊണ്ടുവരാം. ക്യാം ഷാഫ്റ്റോട് കൂടി നമ്മുടെ ഈ ഒരു ടോപ്പിക് തീരും. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് പോകേണ്ടതെന്ന് പറഞ്ഞാൽ 2 സ്ട്രോക്ക് 4 സ്ട്രോക്ക് എഞ്ചിൻസും കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും ഡ്രൈ ആയിട്ടുള്ള പോർഷൻസ് കഴിഞ്ഞ് നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോർഷൻസ് അടുത്ത വീഡിയോ കൂടെ കഴിയുമ്പോഴായിരിക്കും സെറ്റ് ആവുക. സോ സീ യു ദെൻ, ബൈ.